ഗുഡ് മോർണിംഗ്. രാവിലെ അടികൂടലൊന്നും അല്ല കേട്ടോ. ഇത് ഞങ്ങളൊന്ന് അമരവള പോയപ്പോൾ ദാവുവിന് ആറ്റിൽ കുളിക്കാൻ പോകണം. അപ്പോൾ പണ്ട് തൊട്ടേ ഞങ്ങൾക്ക് ആറ്റിൽ ഒറ്റയ്ക്ക് പോകാനുള്ള പെർമിഷൻ ഇല്ല. ഒന്നുകിൽ മുതിർന്നവരുടെ കൂടെ പോകണം, അല്ലെങ്കിൽ പോകുമ്പം എല്ലാവരും വേണം. അതായത് ഒറ്റയ്ക്ക് എന്തായാലും പോകാൻ പറ്റില്ല. അപ്പോൾ ദാവുവിന് രാവിലെ കുളിക്കണം, ആറ്റിൽ പോകണം എന്നൊക്കെ പറഞ്ഞപ്പോൾ എന്തായാലും ഒറ്റയ്ക്ക് പോകാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഞങ്ങൾ എല്ലാവരും കൂടെ പോകാമെന്ന് വിചാരിച്ചു. ഇവന്മാരൊക്കെ വളർന്നു പോയതുകൊണ്ട് ഇപ്പോൾ ആറ്റിൻ്റെ അടുത്തൊരു അറ്റാച്ച്മെൻറ്റ് ഇല്ല. വെയിൽ കൊള്ളാനും വയ്യ. അപ്പോൾ വെയിൽ മാറിയിട്ട് പോകാമെന്നൊക്കെ ഉള്ള ഒരു ആലോചനയിൽ നമ്മൾ ഇരിക്കുകയായിരുന്നു. അപ്പോൾ ദാവു ഇങ്ങനെ ഓരോന്ന് പറഞ്ഞപ്പോഴത്തേനും ഇവൻ വെറുതെ ഇങ്ങനെ പറഞ്ഞ് ദാവുവിനെ ഇങ്ങനെ ആശ്വസിപ്പിച്ച് കിടത്തിയിരിക്കുന്നതാണ് ഈ സീന്. പിന്നെ കുറേ സമയം കഴിഞ്ഞപ്പോഴത്തേനും നമ്മൾ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് വൈകുന്നേരം ആയപ്പോൾ നമ്മൾ ആറ്റിൽ പോകാൻ വേണ്ടി ഇറങ്ങി. അപ്പോൾ ഇത് തന്നെയാണ് പണ്ട് നമ്മൾ ആറ്റിൽ പോയിക്കൊണ്ടിരുന്ന വഴി. എല്ലാം അതുപോലെ തന്നെയാണ്. ഈ പോകുന്ന വഴിക്ക് കിളിക്കൊത്തി മരമുണ്ട്. പണ്ട് ഇതിലിഷ്ടം പോലെ കിളിക്കൊത്തിപ്പഴം ഉണ്ടാവും. നമ്മുടെ വീടിൻ്റെ അടുത്തും ഉണ്ട്, ഇവിടെയും ഉണ്ട്. ഇവിടെ വരുമ്പോൾ നമ്മളിതൊക്കെ ഒരുപാട് പറിച്ച് കഴിക്കുമായിരുന്നു. പക്ഷേ ഇപ്പോൾ അതിൽ പച്ചക്കായ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഞാൻ കറക്റ്റായിട്ട് ആദ്യം പോയ ഉടനെ നോക്കി, പക്ഷെ അതിലൊന്നും ഇല്ലായിരുന്നു. എന്നിട്ട് നമ്മൾ വളരെ നല്ല ഒരു സ്പേസ് കണ്ടെത്തി അവിടെ പോയി ഇരുന്നു. ഇതാണ് അമരവള പാലം. അതിൻ്റെ അടിഭാഗത്താണ് നമ്മൾ പോയിരുന്നത്. നല്ല തണലും നല്ല കാറ്റും ഒക്കെ ഉണ്ടായിരുന്നു. ഭയങ്കര നല്ല രസമുള്ള ക്ലൈമറ്റായിരുന്നു നമ്മളന്ന് പോയതിൻ്റെ അന്ന്. ഇത്രയും വെള്ളമൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അവിടെ പോയി ഇരിക്കാനൊക്കെ പറ്റുള്ളൂ. മഴ സമയത്തൊക്കെ ഇവിടെ ഒരുപാട് വെള്ളം വരും. പിന്നെ ഈ ഭംഗിയും ഇതൊന്നും കാണില്ല. ഈ കാണുന്നത് അമരവള പഴയ പാലമാണ്. അത് പൊളിയാറായപ്പോഴാണ് ഇപ്പുറത്ത് പുതിയ പാലം കെട്ടിയത്. ഈ പുതിയ പാലം കെട്ടിയതിൻ്റെ അടിയിലാണ് നമ്മളിരിക്കുന്നത്. ദാവിനെ നമ്മൾ കൊണ്ട് വെള്ളത്തിലിറക്കി. ഇവിടെ സൂക്ഷിച്ച് നോക്കിയാൽ കാണാൻ പറ്റും ഇഷ്ടം പോലെ മീൻ. അടിയിൽ കൂടെ ഇങ്ങനെ വന്നിങ്ങനെ നിൽക്കും. പക്ഷെ ഇത് പിടിക്കാൻ പറ്റില്ല. നമ്മളിങ്ങനെ അനക്കുമ്പോഴത്തേനും അത് ഭയങ്കര സ്പീഡിൽ പോകും. എന്നിട്ടും ദാവു ഈ ഓടിക്കൊണ്ടിരുന്ന മീനിനെ പിടിച്ചു. എന്നിട്ട് അത് പൊക്കിയെടുത്തപ്പോഴത്തേനാണ് അത് അവൻ്റെ കയ്യിലൊന്ന് പോയത്. അത് ഭയങ്കരമായിട്ട് ഇങ്ങനെ നമ്മൾ കഴിക്കാൻ വേണ്ടി എന്തോ കൊണ്ട് അതിങ്ങനെ കയ്യിൽ വെച്ചിട്ട് ഇങ്ങനെ ആക്കിയപ്പോഴത്തേനും അത് കയ്യിൽ കയറി വന്നു. അവൻ പിടിക്കുകയും ചെയ്തു. അങ്ങനത്തെ കുറച്ച് പരിപാടികളായിട്ട് നമ്മൾ അവിടെ ഇങ്ങനെ കുറേ നേരം ഇരുന്നു. ദാവു വെള്ളത്തിലിറങ്ങിയതുകൊണ്ടാണ് പാവം കിച്ചുവും വെള്ളത്തിലിറങ്ങി നിൽക്കുന്നത്. കാര്യം ഇവനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ ആരെങ്കിലും വേണമല്ലോ. അങ്ങനെ കുറേ സമയം നമ്മളവിടെ സ്പെൻഡ് ചെയ്തു. കുളിക്കണം എന്നൊക്കെ ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ നമ്മുടെ നാടും നമ്മുടെ നാട്ടുകാരും ഒക്കെ ആണല്ലോ. അതുകൊണ്ട് ആ മോഹം അങ്ങ് ഉപേക്ഷിച്ചു. പിന്നെ ദാവുവിന് കുളിച്ച് മതിയായപ്പോഴത്തേനും നമ്മൾ ആ പരിപാടിയൊക്കെ നിർത്തിയിട്ട് വീട്ടിലോട്ട് പോകാനുള്ള സെറ്റപ്പായി. പിന്നെ ഇവരാരെയും നമുക്ക് എപ്പോഴും ഒരുമിച്ച് കിട്ടില്ല. അതുകൊണ്ട് പോയ സ്ഥിതിക്ക് അവിടെ നിന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. നമ്മൾ കുളിച്ചിട്ട് തിരിച്ചു പോകാറായപ്പോഴത്തേനും അടുത്ത ഒരു ബാച്ച് വന്നു. നമ്മൾ ഇത്രയും പേര് ചെറുമക്കളാണ്. എന്നിട്ട് നമ്മൾ വീട്ടിൽ പോയി. അപ്പോൾ വീഡിയോ ഇത്രയേ ഉള്ളൂ. ചാച്ചാ ബൈ ബൈ. ഓക്കെ, സീ യു.